ഹലോ. പറഞ്ഞു. ഇത് ജോഷു ആണേ. പറഞ്ഞു. അല്ല, നേരത്തെ ആ ഡിസ്കഷനിൽ ഈ ഒപ്റ്റിമൽ ഡ്രസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ ഒരു സാധനം കണ്ടിന്യൂ ചെയ്തോട്ടെ. പറഞ്ഞു. ഈ ഒരു സൊസൈറ്റിയിൽ ഒപ്റ്റിമൽ ഡ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അതിങ്ങനെ നമ്മളിപ്പം അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഡ്രസ്സ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ മനുഷ്യന് കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. അപ്പൊ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമായിരിക്കാം. അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കാറിന് 4 ടയറാണോ ഒപ്റ്റിമൽ, അല്ലെങ്കിൽ 2 ടയർ ആണെങ്കിൽ 6 ടയറാണോ ഒപ്റ്റിമൽ എന്ന് ചോദിക്കുന്ന പോലെയാണ് അത്. അതിനൊരു ഒപ്റ്റിമൽ ഡ്രസ്സ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഡ്രസ്സ് ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഡ്രസ്സ് ഉള്ള കാലം ഉണ്ടാവും, ഇനിയും ഡ്രസ്സ് ഇല്ലാത്ത കാലം ഉണ്ടാവാം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു മൊറാലിറ്റിയുടെ സ്കെയിൽ വെച്ചിട്ട് ഇത്ര സിമ്പിളായ കാര്യങ്ങളൊന്നും നിങ്ങൾ മതം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യരുത്. മതത്തിന് കുറച്ചും കൂടി ഒരു ഉയർന്ന മീനിങ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. തിയോളജി കുറച്ച് അറിയുന്ന അനുസരിച്ച്. അപ്പൊ നിങ്ങളിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഈ മതത്തിന്റെ ലോജിക്ക് വിട്ട് പറയുമ്പം അത് കേൾക്കുന്ന നല്ലൊരു പോയിന്റാണ്. കാരണം ഇത്രയും വളരെ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്നിട്ട് മതം പ്രശ്നമാണ്, മതം റിഗ്രസീവ് ആണെന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെയുള്ള ഈ തിയോളജി എന്ന് അറിയാത്ത ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്. വളരെ ചെറിയ കാര്യങ്ങൾ, അത് ഡ്രസ്സ് ഒന്ന് കൂടിപ്പോയി, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഭാഗങ്ങൾ മറച്ചു പോയി എന്നുള്ളതിന്റെ പേരിലൊക്കെ ഒരു തിയോളജി ഒന്നും അറിയാത്ത കുറെ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മതം പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവർ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അത് താങ്കൾ കാര്യമാക്കണം. താങ്കൾ കുറച്ചുകൂടി തിയോളജിക്കലി ഹൈ ലെവലിൽ അല്ല, അതാണ് പ്രശ്നം. അതായത് ജോഷോ പറഞ്ഞത് തന്നെയാണ് പ്രശ്നം. ചില ആൾക്കാർ അതിന്റെ ഒരു ഡെപ്തിലേക്ക് ഒന്നും പോവാതെ കണ്ടോ മുസ്ലിം പെണ്ണുങ്ങൾ, അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പോയിന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കണ്ടോ മുസ്ലിങ്ങൾ മുസ്ലിം പെണ്ണുങ്ങളുടെ അവരുടെ ശരീരം പുറത്ത് കാണുന്നില്ല, അതുകൊണ്ട് അവരുടെ മതം തന്നെ റിഗ്രസീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിയോളജിക്കൽ ബേസും ഇല്ലാതെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, അവര് വേറെ ഇരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ആണും പെണ്ണും വേറെ ഇരുന്നിരിക്കുന്നു, ആകാശത്ത് ജോലി വീഴുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, തിയോളജി ഒന്നും അറിയാത്ത, തീരെ ഇന്റലക്ച്വൽ ലെവൽ ഇല്ലാത്ത കുറെ ആൾക്കാർ ഉണ്ടല്ലോ. താങ്കളല്ല, വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ. അവര് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു ഒപ്റ്റിമൽ ലെവൽ പറയും, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ ശരിയായ രൂപം പറയുന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് താങ്കൾ പക്ഷെ അത്ര വളരെ ചെറിയ കാര്യങ്ങളൊന്നും ഒരു മതത്തിന്റെ പ്രശ്നമായിട്ട് പറയുന്ന ഒരാളല്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് താങ്കൾ കുറച്ചും കൂടി ഹൈ ലെവലിലുള്ള കാര്യങ്ങൾ സംസാരിച്ചോളൂ. അല്ല, അങ്ങനെയല്ല. നിങ്ങളിപ്പോ എന്നെ തന്നെ ട്രാപ്പിൽ ഇട്ടല്ലോ ഹൈ ലെവലിലൊക്കെ പറഞ്ഞിട്ട്. അല്ല, താങ്കൾ ലോ ലെവൽ പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഹൈ ലെവലോ അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ അവരോട് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ ലെവല് കുറച്ച് താഴ്ന്ന പോലെ തോന്നി. അവന്റെ ലെവലല്ല. നിങ്ങൾ അതിന് മറുപടി പറയുമ്പോൾ കുറച്ചും കൂടി ലോ ലെവൽ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ താങ്കളുടെ പ്രശ്നം എന്താ? ലോ ലെവലായ ഡ്രസ്സിംഗ് പോലുള്ള വിഷയങ്ങളൊക്കെ ഒരു മതത്തിന്റെ ഒരു തിയോളജിയൊക്കെ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട, തിയോളജിക്കൽ ചർച്ച ചെയ്യേണ്ടടുത്ത് ലോ ലെവലായ ഡ്രസ്സിംഗ് പോലുള്ളത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ലോ ലെവലായ വിമർശനങ്ങൾ വരുമ്പോഴാണ് അതിന് മറുപടി കൊടുക്കേണ്ടി വരുന്നത്. താങ്കൾ അങ്ങനെയുള്ള ലോ ലെവൽ പറയാറില്ലല്ലോ. എനിക്ക് ഇവിടെ ഞാൻ നിങ്ങളെ മൈത്രേയനുമായിട്ടുള്ള ചർച്ച കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പം മൈത്രേയന്റെ ചർച്ച കണ്ടിട്ട് എനിക്ക് പല കാര്യങ്ങളും തോന്നുന്നു നിങ്ങൾക്ക് മൈത്രേയൻ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ ആ ചർച്ച കഴിഞ്ഞിട്ടും അതിന്റെ ഒരു ഹാങ് ഓവർ പോലെ നിങ്ങൾ ഇപ്പോഴും മൈത്രേയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് എന്തോ ഒരു ഫീലിംഗ് ആയതുപോലെയാണ് തോന്നുന്നത് എനിക്ക്. കാരണം നിങ്ങളിപ്പോ ഈ 24 വയസ്സുള്ള പയ്യനോട് തന്നെ അവനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മൈത്രേയൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ചർച്ച കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടും അങ്ങേര് പറഞ്ഞ പല സാധനങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഉദാഹരണമായിട്ട് മൊറാലിറ്റി. നിങ്ങൾ പറയുന്നു ധാർമ്മികത മതത്തിന് വേണം. ശരിക്കും ധാർമ്മികതയ്ക്ക് വേണ്ടി ഒരു മതം ആവശ്യമുണ്ടോ? ധാർമ്മികത എന്നൊരു സോഷ്യൽ കൺസ്ട്രക്ട് അല്ലേ? സാമൂഹികപരമായി ഓരോ കാലത്ത് ഇന്ന് ഞാനിപ്പോ നിങ്ങളെ കൊല്ലുന്നത് ഇന്ത്യൻ പീനൽ കോഡോ അല്ലെങ്കിൽ എന്ത് കോഡ് കാണാൻ തെറ്റാണ്. പക്ഷെ ഒരു 100 വർഷങ്ങൾക്ക് മുന്നോടി അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുന്നോടി തെറ്റല്ല. അതുപോലെ ഇനി വരുന്ന വർഷങ്ങൾക്ക് എന്താവുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പൊ അതിനൊരു കോമൺ ലോയുടെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകും തോന്നില്ല എനിക്ക്. ഓക്കെ. പിന്നെ മൈത്രേയന്റെ കാര്യം പറയുന്നത് വെച്ചാൽ മൈത്രേയൻ പബ്ലിക് സ്ഫിയറിലുള്ള ആളായതുകൊണ്ടാണ്. അപ്പം പബ്ലിക് സ്ഫിയറിലുള്ള കഞ്ചാവിനെ ന്യായീകരിക്കുന്ന ഒരാൾ സാമൂഹ്യ ദുരന്തമാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അത് ഇടയ്ക്കൊക്കെ പറയും. അതില് പ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ താങ്കളുടെ ഒരു അല്ല, ഇത്രയും നേരം താങ്കൾ പറഞ്ഞു, ഞാനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അതേപോലെ എനിക്കും പറയാനുണ്ട്. താങ്കൾ പറയുമ്പോൾ ഞാൻ വേണ്ടിയിട്ടില്ല, അതേപോലെ തിരിച്ചു എന്ത് ചെയ്യണം, കേൾക്കണം. ഞാൻ വേണ്ടിയിട്ടില്ല, വേറെ ആരോ. അപ്പോ വേറെ ആരാണെങ്കിൽ ഓക്കെ.
അപ്പൊ ഇനി പറയുന്ന ഒരു കാര്യം വെച്ചാൽ താങ്കളുടെ ബേസ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. മൊറാലിറ്റി എന്നുള്ളത് എന്താണ്, അതിന്റെ ഒരു ബേസ്, അതിനൊരു ബേസേ ആവശ്യമില്ല എന്നാണോ ഓരോ സമയത്ത് തോന്നുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, താങ്കളുടെ മൈത്രേനെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ മൈത്രേന്റെ അന്ന് ചോദിച്ച അതേ ചോദ്യം തന്നെ പറയാം. റേപ്പ് വളരെ നോർമലൈസ് ആയ ഒരു സൊസൈറ്റിയിൽ റേപ്പ് ഓക്കെ ആണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ മൈത്രേനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചോ, അതേ ചർച്ചയിലുള്ള കാര്യം. അതായത് ഇപ്പം ഞാൻ പറയാം, അതായത് ഇപ്പം ഞാൻ പറയുന്നതിന് ഉത്തരം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. അതായത് മനസ്സിലാക്കുക, നിങ്ങളിപ്പം പറയുന്നു ഞാൻ റേപ്പിനെ ഒരു അസന്മാർഗീയ അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ഇനി അതൊന്നും കാണാത്തൊരു സൊസൈറ്റി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എന്താണ് നിയമം, എന്താണ് മൊറാലിറ്റി അറിയില്ല. അവരെ സംബന്ധിച്ച് ആ ഒരു കൂട്ടത്തിന് അല്ലെങ്കിൽ ആ ട്രൈബൽ മൈൻഡ് സെറ്റിലെ ആൾക്കാർക്ക് എന്താണ് ധാർമ്മികത എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് ചിലപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ നമ്മൾ എന്താ പറയുക, കാട്ടിലെ നീതി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ചിലപ്പം അവരെ അതല്ല ചോദ്യം. അത് താങ്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ സമയത്തും ഉള്ളതാണ് ധാർമ്മികത എന്നാണ്. അവർക്ക് ധാർമ്മികത അറിയോ ഇല്ലെന്ന് വേറെന്തോ ഒരു ധാർമ്മികത പറഞ്ഞ വേറൊരു സാധനം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പറയാം. താങ്കൾ പറഞ്ഞത് അങ്ങനെ ധാർമ്മികത വേറൊരു സാധനം ഒരു താങ്കൾ പറഞ്ഞത് ധാർമ്മികത എന്ന് പറഞ്ഞ വേറൊരു സാധനമൊന്നുമില്ല, അത് ഓരോ സമയത്തുള്ളത് അതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ താങ്കൾ റേപ്പ് എന്നുള്ളത് നോർമലൈസ് ചെയ്ത സൊസൈറ്റിയിൽ റേപ്പ് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ആ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ധാർമ്മികത ഒന്നും അറിഞ്ഞോളുന്നില്ല. അപ്പൊ ആ സൊസൈറ്റിയിലൊന്നും ഇല്ലാത്ത വേറൊരു പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനമാണോ ധാർമ്മികത? അത് നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് പോവാം. ഇല്ല, ധാർമ്മികത എപ്പോഴും കാലവും സമൂഹവും എന്താണോ അതിന്റെ സ്റ്റാൻഡേർഡ് അതിനനുസരിച്ചാണ് ധാർമ്മികത. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയിൽ റേപ്പ് അധാർമികത പ്രവർത്തനമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോഴത്തെ കാര്യം അത് മാറാം. പണ്ടത്തെ കാര്യം നമ്മളിപ്പോ 1000 വർഷം മുമ്പ് അവിടുത്തെ അന്നത്തെ ആൾക്കാരോടാണ് ചോദിക്കുന്നത് ധാർമ്മികതയാണോ അധാർമികതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ അത് ചോദ്യം വളരെ ക്ലിയർ ആണ്. മൈത്രേനോട് ചോദിച്ച അതേ ചോദ്യമാണ് ചോദിക്കുന്നത്. മൈത്രേനെ കൊണ്ടുവന്നുകൊണ്ട് താങ്കൾ കുടുങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. മൈത്രേനെ ചോദിച്ച അതേ ചോദ്യം അതേ രൂപത്തിൽ അതേപോലെ ചോദിക്കുകയാണ്. റേപ്പ് നോർമലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി റേപ്പ് ചെയ്യുന്നത് മോറലി ഓക്കെ ആണോ അല്ലേ? ആർക്ക് ഓക്കെയാണ്? എനിക്ക് ഓക്കെ ആണോ ആ സൊസൈറ്റിക്ക് ഓക്കെ ആണോ? താങ്കളാണ് സൊസൈറ്റിയാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അത് റേപ്പ് നോർമലൈസ്ഡ് ചെയ്ത സൊസൈറ്റി ഉണ്ട്, അത് കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ആകട്ടെ, റേപ്പ് നോർമലൈസ്ഡ് ചെയ്ത ഒരു സൊസൈറ്റി ഉണ്ട്, അവിടെ റേപ്പ് ചെയ്യുന്നത് മോറലി ഓക്കെ ആണോ അല്ലേ? ആ സൊസൈറ്റി എന്ന് പറഞ്ഞ ഇപ്പൊ സൊസൈറ്റിയുടെ എല്ലാവരുടെയും അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ അതിന് കുറച്ച് പോസിബിലിറ്റീസ് ഓരോരുത്തരോടും സെൻസസ് എടുക്കേണ്ട കാര്യമില്ല. റേപ്പ് നോർമലൈസ് ചെയ്ത സൊസൈറ്റി വളരെ സ്വാഭാവികമായിട്ട്. അല്ല, നിങ്ങൾ നോർമലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? എന്താണ് നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ? സൊസൈറ്റിയുടെ എല്ലാ ആൾക്കാരും സമ്മതിച്ചാണോ അത്? അല്ല, താങ്കളാണ് ഈ സാധനം കൊണ്ടുവന്നത്, ഞാനല്ല. താങ്കളാണ് പറഞ്ഞത് സൊസൈറ്റിയിൽ പൊതുവായി നടക്കുന്നത് അതാണ് ധാർമ്മികത. അല്ല, ഞാനും കൊണ്ടതാണത്. എന്നോട് നോർമലൈസ്ഡ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കൊണ്ടുവന്നതാണ്. ഒരു കാര്യം ചോദിച്ചോ ജോഷ, അപ്പൊ ഈ നല്ലത് ചീത്ത എന്ന് പറയുന്നത് എത്ര സൊസൈറ്റിയിൽ എത്ര ആൾക്കാർ അംഗീകരിച്ചതാണ് നല്ലത്, എത്ര ആൾക്കാർ അംഗീകരിച്ചതാണ് മോശം, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അതാണ് ഞാൻ പറയുന്നത്. നല്ലത് ഇപ്പൊ ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, എനിക്ക് ദരിദ്രനാണ്. എന്നെ സംബന്ധിച്ച് പോക്കറ്റ് അടിച്ച് 50 രൂപ എടുക്കുന്നത് എനിക്ക് തെറ്റല്ല. പക്ഷേ അതിവിടുത്തെ പോലീസ് സംവിധാനത്തിന് തെറ്റാണ്. പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് 50 രൂപ കിട്ടി എനിക്ക് ഭക്ഷണം 24 മണിക്കൂറെങ്കിലും 5 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത എനിക്ക് 50 രൂപ പോക്കറ്റ് അടിച്ച് കഴിക്കുന്നതിന് എന്നെ സംബന്ധിച്ച് എന്റെ ധാർമ്മികതയിൽ തെറ്റല്ല. പക്ഷേ അത് കേസ് കൊടുത്താൽ പോലീസിനെ സംബന്ധിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തെറ്റാണ്. ഇതാണ് ധാർമ്മികത, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പോക്കറ്റ് അടി എന്ന് പറയുന്നത് ഒരേ സമയം ശരിയുമാണ് തെറ്റുമാണ്. തീർച്ചയായും, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ആൾക്കാരനുസരിച്ച് മാത്രമേ ഉള്ളൂ. അല്ല, ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്. ഇതിലിപ്പം ഞാൻ പറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ നീതിന്യായ വ്യവസ്ഥയിൽ അത് തെറ്റാണ്. ഈ നീതിന്യായ വ്യവസ്ഥയും മാറുന്നതാണ്. ഇപ്പം പണ്ട് ചെയ്ത തെറ്റും അല്ലെങ്കിൽ പണ്ട് കൺസിഡർ ചെയ്യുന്ന തെറ്റ് ഇപ്പോഴും നീതിന്യായം മാറുന്നു. ഓരോ സമയത്തും അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് മാറുകയും ചെയ്യും. അതിനൊരു സാർവദേശീയ അല്ലെങ്കിൽ എപ്പോഴും മാറാത്ത ഒരു ധാർമ്മികത ഇല്ല എന്നുള്ളതാണ് എന്റെ വാദം. ആ ധാർമ്മികത മതങ്ങൾ കൊണ്ടുവരും. ഒരേ സമയം ശരിയും തെറ്റുമാണ്. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ശരിയും, ചെയ്യാത്തവർക്ക് അത് തെറ്റുമാണ്. അല്ല, അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായത്. ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം റേപ്പ് തെറ്റ് എന്നുള്ള ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിയ ഒരു സമൂഹമാണ്. അത് വേറൊരു ഒരു ട്രൈബൽ അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ട്രൈബില് സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിൽ മതത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ എനിക്ക് മനസ്സിലാവും എനിക്ക് റേപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാസിലിനെ ചീത്ത പറയുന്നതോ തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം അത് ബാസിലിന്റെ ഇൻഡിവിജ്വൽ ഫ്രീഡോ അല്ലെങ്കിൽ ചോദ്യമല്ല.
ഇപ്പൊ നമുക്ക് രണ്ട് ട്രൈബ്, ഒരു ട്രൈബ് ഉണ്ട്, മറ്റൊരു ട്രൈബ് ഉണ്ട്. ഒരു ട്രൈബിൽ റേപ്പ് ശരിയാണ്, മറ്റൊരു ട്രൈബിൽ റേപ്പ് തെറ്റാണ്. അപ്പൊ ശരിക്കും റേപ്പ് ശരിയാണോ തെറ്റാണോ? പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ആൻഡമാനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആഫ്രിക്കയിലെ ഒരു ആരും പുറത്തൊന്നും മനസ്സിലായി. അത് വിട്ടാരെ അതൊക്കെ വിട്ടാരെ നമുക്കറിയാം. ജോഷ പറയുന്നത് അപ്പൊ റേപ്പ് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ 2 ഉദാഹരണം പറഞ്ഞ ആ ഉദാഹരണത്തെ സംബന്ധിച്ചിടത്തോളാണ് ഞാൻ പറഞ്ഞത്. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. അത് മനുഷ്യൻ അപ്പൊ നമ്മള് പൊതുവായി നമ്മളിപ്പോ ഒരാളെയും ബേസ് ചെയ്യാതെ ചോദിക്കുകയാണ്, റേപ്പ് ശരിയാണോ തെറ്റാണോ, ഇന്ന സമൂഹത്തിന് അത് ശരിയാണ്, ഇന്ന സമൂഹത്തിന് അത് തെറ്റാണ് എന്നാണോ ജോഷയുടെ ആൻസർ? അല്ല, നിങ്ങളാണല്ലോ 2 ട്രൈബിന്റെ ഉദാഹരണം പറഞ്ഞത്. ഓക്കെ, അതാണ് ചോദിക്കുന്നത്. അപ്പം ജോഷയുടെ ശരിയാണോ തെറ്റാണോ? എന്റെ ബോധ്യത്തിൽ അത് തെറ്റാണ്. ഞാൻ ഇന്നത്തെ ഒരു ആധുനിക മനുഷ്യനാണ്, ആധുനിക സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ പറഞ്ഞ 2 ട്രൈബ് എന്നാണ്. ട്രൈബ് എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹമല്ല എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചത്. ഇന്നത്തെ ഒരു ആധുനിക മനുഷ്യൻ, ഇന്നത്തെ ആധുനിക സമൂഹം, മറ്റൊരു ആധുനിക സമൂഹം, അവർക്ക് ശരിയും നിങ്ങൾക്ക് തെറ്റാണ്. പേരെന്തായിരുന്നു? ജോഷ. ഭൂമി ഉരുണ്ടതാണെന്ന് ജോഷ വിശ്വസിക്കുന്നില്ലേ? അല്ല, അത് വിശ്വാസമല്ല, എനിക്കറിയാം. അറിയാം, ഭൂമി ഉരുണ്ടതാന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ? അതാണ് ശരി. അല്ല, ഭൂമി ഉരുണ്ടതാണ്. അത് ശരിയല്ലേ? ശരിയാണ്. ഒരു പണ്ട് കാലഘട്ടത്തിൽ ഒരു ട്രൈബ് വിശ്വസിക്കാണ് ഭൂമി പരന്നതാണ്, അതൊരു ഫ്ലാറ്റ് ഡിസ്ക് ആണെന്ന് വിശ്വസിക്കാണ്. ഓക്കെ, അവരുടെ വിശ്വാസം തെറ്റാണോ? അവരുടെ വിശ്വാസം തെറ്റാണോ? ഇപ്പൊ ഞാൻ പറയണോ? അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല എന്ന് അറിയാനുള്ള ഒരു കഴിവ് അവർക്കില്ല. ഓക്കെ, അപ്പൊ ഭൂമി പരന്നതായിരുന്നു അല്ലേ? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല സുഹൃത്തെ. അന്ന് നിങ്ങൾ 2 സാധനം കമ്പയർ ചെയ്യാണ്. അല്ലല്ല, നിങ്ങൾ ഒരു ഫാക്റ്റും ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് ഫാക്റ്റും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റും തമ്മിലാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. അതായത് അപ്പൊ അത് 2 കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾ 2 ബ്രിങ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, നിങ്ങളൊരു ഒബ്ജക്റ്റീവ് ഫാക്റ്റും ഒരു സബ്ജക്റ്റീവ് സാധനങ്ങളും കോൺട്രാസ്റ്റ് ചെയ്യാൻ പാടില്ല. 2 ഒബ്ജക്റ്റീവുകളും നമ്മൾ സംസാരിക്കാം. കോൺട്രാസ്റ്റിംഗിന്റെ അർത്ഥം എന്താ? അല്ല, നിങ്ങളിപ്പോ ഒരു ഭൂമി ഫ്ലാറ്റ് ആണെന്നുള്ള നിങ്ങൾ ചോദിക്കും. ഞാൻ കോൺട്രാസ്റ്റിംഗിന്റെ അർത്ഥം എന്താ? കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് ഇംഗ്ലീഷ് കറക്റ്റ് മീനിങ് അറിയില്ല. എനിക്ക് തോന്നുന്നു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റിംഗ് എന്താണെന്ന് അറിയാതെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? എന്റെ സുഹൃത്തെ, നിങ്ങൾ ടെക്നിക്കലായിട്ടല്ല ഡിബേറ്റ് ചെയ്യേണ്ട. ഞാനൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് കാരണം നിങ്ങൾ പറഞ്ഞു കമ്പയർ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കോൺട്രാസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ രണ്ടും കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോൺട്രാസ്റ്റിന്റെ അർത്ഥം അറിയില്ല, എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാണ് ഞാൻ കോൺട്രാസ്റ്റ് ചെയ്യാൻ പാടില്ല. തീർച്ചയായും നിങ്ങൾ തെറ്റ് തന്നെയാണ്. അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന സമൂഹം, ഈ ട്രൈബ് സമൂഹം, അവര് ഭൂമി പരന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസം തെറ്റാന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. എനിക്ക് ഇന്നത്തെ സമൂഹത്തിൽ നിന്നിട്ട് എനിക്ക് പറയാൻ പറ്റും. അന്ന് ചിലപ്പോ ആ സമൂഹത്തിന്റെ പാർട്ട് ഞാനാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുള്ളതല്ല, അവരുടെ വിശ്വാസം തെറ്റാണോ? അന്നത്തെ സമൂഹത്തിന്റെ ഭാഗമാണ് ഞാനെങ്കിൽ എനിക്ക് അത് തെറ്റാണോ ശരിയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾ അന്നത്തെ സമൂഹത്തിന്റെ ഭാഗമാണെങ്കിൽ അത് ശരിയാവോ? അത് ശരി തെറ്റല്ല, അതൊരാളെ അഭിപ്രായമാണ്. ഭൂമി പരന്നതാണോ അല്ലെങ്കിൽ ഉരുണ്ടതാണോ എന്നുള്ള ആ സമൂഹത്തിന്റെ അഭിപ്രായമാണ് അവർ പറയുന്നത്. ഭൂമി പരന്നതാണ് എന്നത് അവർ വിശ്വസിക്കുന്നു. ഭൂമി പരന്നതാണ് എന്ന വിശ്വാസം ശരിയാണോ? വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ വിശ്വാസം എന്ന് പറയുന്ന സാധനം നിങ്ങൾ പറഞ്ഞ പോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉള്ള വിശ്വാസം. അതായത് അതിന് ഈ നിങ്ങൾ പറയുന്ന ശരി തെറ്റ് എന്നുള്ള ഉത്തരം തന്നെ എനിക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അന്നത്തെ സമൂഹം ഭൂമി പരന്നതും ഉരുണ്ടതുമാണ് ഒരേ സമയം, അങ്ങനെയാണോ? നിങ്ങളൊരു തർക്കത്തിന്റെ ഒരു ബേസിക് നിങ്ങള് ഈ ഒരാളെ ട്രാപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ ഉത്തരം നിങ്ങളോട് പറയുന്നില്ല, ഞാനത് പറയില്ല. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്താലും ഞാൻ പറയില്ല. ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്, ഈ ഭൂമി ഉരുണ്ടതാണ്, ഇതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്ന ഫാക്ട്സ് ആണ്.
ഇപ്പൊ എനിക്കൊരു എന്റെ വീട്ടിലൊരു വെള്ള കാറുണ്ട്. അത് വെള്ളയാണോ കറുത്താണോ ഏതാണ് ശരി തെറ്റെന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും വെള്ള കളർ കാണാൻ പറ്റും. പക്ഷേ ഞാൻ മണ്ടനാണോ അല്ലെങ്കിൽ ഞാൻ എന്റെ കാറിന് അതേ കാറിന്റെ എക്സാമ്പിൾ, ആ കാറിന് സൗന്ദര്യമുണ്ടോ സൗന്ദര്യം ഇല്ല എന്ന് ചോദിക്കുമ്പോൾ സബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഫാക്ട് അല്ല. എങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് മണ്ടത്തരവും കാര്യങ്ങളൊക്കെ ആരാണ് എന്ത്? ഇല്ല, നിങ്ങൾ മണ്ടനാന്നുള്ളത് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇവിടെ ബേസിക്കലി ഞാൻ നിങ്ങൾക്ക് എന്റെ സുഹൃത്ത് നിങ്ങളിപ്പം നിങ്ങൾ അബ്ദുള്ള ബാസിലിന്റെ അബ്ദുള്ള ബാസിലിന്റെ ഡിബേറ്റ് അല്ല, ഒരു മിനിറ്റ്, അബ്ദുള്ള ബാസിലിന്റെ ഡിബേറ്റ് ഞാൻ കേട്ടിരുന്നു. അയാൾ കുറച്ച് റെസ്പെക്ട് ഉള്ള ആളാണ്. നിങ്ങൾ എന്തിനാ മറ്റേ ഈ അതായത് ഒരാളെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അബ്ദുള്ള ബാസിലിന്റെ ഡിബേറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ പറയാറില്ല. ഞാൻ എപ്പോഴാണ് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുതരുമോ? അല്ല, നിങ്ങളിപ്പോ പറഞ്ഞ മണ്ടൻ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാൻ നിങ്ങൾ എന്താ പറഞ്ഞത് ഉദ്ദേശിച്ച് മനസ്സിലായില്ല. നമുക്ക് ആ ഡിബേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടനാന്നല്ല അർത്ഥം. ഒബ്ജക്റ്റീവ് നിങ്ങൾ മണ്ടനാണോ അല്ലേ എന്നത് ഒരു ഒബ്ജക്റ്റീവ് കാര്യമാണെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അതൊരു ഒബ്ജക്റ്റീവ് ട്രൂത്ത് അല്ല. അത് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അബ്ദുള്ള ബാസിലിന് വേറെ അഭിപ്രായം ഉണ്ടാവും. അതിപ്പോ ഭൂമിയുടെ ഷേപ്പിന്റെ കാര്യത്തിലും പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് അയാളെ കൊണ്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. എനിക്ക് ഒരു സാറ്റലൈറ്റ് ഇമേജ് കൊടുത്തിട്ട് നിങ്ങളുടെ മണ്ടത്തരവും ഇതേപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. എങ്ങനെ പറ? എന്ത് പറയും? നിങ്ങൾ പറയുന്ന വാദങ്ങൾ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. പറ, ഒരു 5 മിനിറ്റ് നിങ്ങൾ എടുക്ക്, പറ. ഹബീബെ, ഞാൻ പറഞ്ഞത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതെ, 5 മിനിറ്റ് നിങ്ങൾ എടുക്കൂ. ഭൂമി നിങ്ങൾക്ക് 5 മിനിറ്റ് തരാം. നിങ്ങൾ ഭൂമിന്റെ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾ എന്തിനാ എന്നോട് നിങ്ങളല്ലേ ക്ലെയിം എടുക്കുന്നത്? എന്ത്? അപ്പൊ ഭൂമി ഞാൻ നിങ്ങളെ മണ്ടനാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെ മണ്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ? നിങ്ങൾ മണ്ടനാണെന്ന് ഞാനും പറഞ്ഞിട്ടില്ല ഹബീബെ. നിങ്ങൾ മണ്ടനാണോ അല്ലേ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ വെച്ചിട്ട് തെളിയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ആ ക്രൈറ്റീരിയ എന്ന് പറ. നിങ്ങൾ പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അസംബന്ധമാണെങ്കിൽ അത് മണ്ടത്തരാണ്. നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ. അല്ല, അസംബന്ധം നിങ്ങളല്ലേ പറയുന്നത്. നിങ്ങളല്ലേ പറയുന്നത് ഭൂമി ഉണ്ടതാ നിങ്ങളല്ലേ പറയുന്നത്. അത് മറ്റവർക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് യോജിപ്പില്ല. അല്ല, നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? എന്ത്? നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഭൂമി ഉണ്ടതാണെന്ന്? എനിക്ക് യോജിപ്പുണ്ട്. ട്രൈബലുകാർക്ക് യോജിപ്പില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും മണ്ടന്മാരാണ്. അല്ല, ട്രൈബിനെ അനുസരിച്ചിട്ട് വെറുതെ ഞാൻ ഇതുവരെ മണ്ടെന്ന് വിളിച്ചിട്ടില്ല. വിളിപ്പിക്കരുത്. ഇനി ഞാൻ ചോദിക്കുന്നു, ഭൂമി ഉരുണ്ടതാണ് എന്ന് ഈ പറയുന്ന ട്രൈബൽ ആളുകൾ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസം തെറ്റോ ശരിയോ? ഞാൻ പറഞ്ഞ വിശ്വാസത്തിന് തെറ്റാ ശരിയോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു കല്ലിന് മധുരം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന പോലെയാണിത്. കല്ലിന് മധുരില്ല ഹബീബെ, കല്ലിന് മധുരല്ല. ഹബീബല്ല. മനസ്സിലായി. ഇപ്പം ഈ മുസ്ലിങ്ങള് ക്രിസ്ത്യൻസികള് എവല്യൂഷൻ തെറ്റാണെന്ന് വിശ്വസിക്കുന്നത്, അത് ശരിയാണോ തെറ്റാണോ? അവരുടെ വിശ്വാസം ശരിയല്ല. കാരണം അവരെല്ലാ വിവരങ്ങളും വിശ്വാസം തെറ്റാണ്. വിശ്വാസം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് തോന്നി. ഇപ്പൊ നിങ്ങളൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണ്, ഞാനൊരു മതവിശ്വാസിയല്ല. നമ്മൾ വഴി തെറ്റിപ്പോവാതെ നമ്മൾ ചോദിച്ചതിന് ആൻസർ പറ. നമ്മൾ എവല്യൂഷൻ ശരിയല്ല എന്ന്, അല്ലെങ്കിൽ എവല്യൂഷൻ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു, അത് ശരിയോ തെറ്റോ? എന്താണ് ഒന്നും കൂടി പറഞ്ഞത്? തെറ്റാണ് വിശ്വസിക്കുന്നത്, തെറ്റാണ് ശരി? എന്താണ്? ക്രിസ്ത്യൻസ് മുസ്ലിംസുകളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യാണ്. ക്രിസ്ത്യൻസ് മുസ്ലിംസുകളൊക്കെ എവല്യൂഷൻ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു, അത് ശരിയോ തെറ്റോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപുസ്തകത്തിൽ പറഞ്ഞതാണ് ഈ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് എന്താണ്? യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ വിവര സാങ്കേതിക വിദ്യ പ്രകാരം ഭൂമി ഉരുണ്ടതാ, അല്ല സോറി, എവല്യൂഷൻ അല്ലേ പറഞ്ഞേ? എവല്യൂഷനിലാണ് നമുക്ക് കൂടുതൽ തെളിവുള്ളത്. അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം തെറ്റാണെന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പം അവർക്കത് വിശ്വസിക്കാനുള്ള പക്ഷെ അവർക്ക് വിശ്വസിക്കാനുള്ള എല്ലാ അധികാരവും അവരുണ്ട്. ചെയ്യട്ടെ, അത് പോട്ടെ. ഓക്കെ, അപ്പൊ പണ്ട് ട്രൈബൽ ഉണ്ടായിരുന്ന ആൾക്കാര് വിശ്വസിച്ചിരുന്ന ഭൂമി പരന്നതായിരുന്നുള്ളത് വിശ്വാസം ശരിയായിരുന്നോ തെറ്റായിരുന്നോ? പണ്ടത്തെ കാര്യത്തില് നിങ്ങൾ പറഞ്ഞേ? പണ്ട് ഷാനി ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ശരിയാണോ? ഞാൻ പറഞ്ഞ അവർക്ക് അത് ശരിയോ തെറ്റോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഈ ആരാണ് ഹബീബെ ചോദിച്ചത്?
ശരിയാണോ തെറ്റാണോ ജോഷുവ. എന്ന് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ എന്റെ പേര് എവല്യൂഷന്റെ മാറ്റി വിഷയത്തിൽ വിളിക്കും. എവല്യൂഷന്റെ വിഷയത്തിൽ ഹബീബ് ചോദിച്ചപ്പോൾ എന്ന് മറുപടി വെച്ചാൽ പറയാൻ സാധാരണ പറ്റുന്നുണ്ടല്ലോ. ഓ ഹബീബി എന്ന് പറഞ്ഞ സാധാരണ ഒരു അഡ്രസ് ചെയ്യുന്ന പരിപാടി. ഓ ഞാൻ അറിയില്ല കേട്ടോ, സോറി. ഓക്കെ, നമുക്ക് സ്നേഹത്തോടെ വിളിക്കുന്നവരെ. അല്ല ഒരു മിനിറ്റ്, അബ്ദുള്ള അബ്ബാസിലിന്റെ ഡിബേറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അബ്ദുള്ള അബ്ബാസിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞ എന്തെങ്കിലും അബ്ദുള്ള അബ്ബാസിന് ഒരു വിരോധാഭാസം ഉണ്ടോ നിങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് കുറച്ച് അധികം ലെവൽ താഴോട്ട് പോകാൻ പറ്റില്ല, അതാണ്. അല്ല ജോഷുവ, ഇതില് പ്രശ്നം എന്താ അറിയോ, താങ്കൾക്ക് ചോദ്യം മനസ്സിലാകുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത് പണ്ടത്തെ കാലത്ത് ട്രൈബൽസ് ആയ ആളുകൾ. അല്ല ഒരു മിനിറ്റ്, ഞാൻ അല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. ഓക്കെ, പണ്ടത്തെ കാലത്തെ ആളുകൾ ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നാണ് ചോദ്യം. അവർക്ക് അങ്ങനെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? അവരുടെ അവർക്ക് അന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരി? അതൊന്നല്ല ചോദ്യം. അന്നത്തെ ആളുകൾ ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നു. അത് ശരിയോ തെറ്റോ? ശരി, ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചോദ്യം, അതൊരു ശരി തെറ്റ് എന്നുള്ള ഒരു സാധനം അതൊരു ആപേക്ഷികമാണ്. അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിയും തെറ്റും. അല്ലാണ്ട് കറുപ്പ് വെളുപ്പ് പോലുള്ള ഒരു സംഭവമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ശരിയും തെറ്റും. അതെല്ലാ സമൂഹത്തും അനുസരിച്ച് മാറുന്നതാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിലെ എന്നോടും ബാസിലിനോടും ജോഷുവോടും ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ രീതിയിലുള്ള ശരിയും തെറ്റാണ് പറയുക. അപ്പൊ നിങ്ങളോട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ, ശരിക്കും ഭൂമിക്കൊരു ഷേപ്പ് ഉണ്ടാവൂലേ? ഉരുണ്ടിട്ടോ പരന്നിട്ടോ പപ്പടമാരി എന്തെങ്കിലും ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ടാവൂലേ? എനിക്ക് ബോധ്യമുണ്ട്. അത് വെച്ചിട്ട് അല്ല, നിങ്ങൾക്ക് ബോധ്യം ഉണ്ടോ എന്നല്ല ചോദ്യം. ശരിക്കും ഭൂമിക്ക് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാവില്ല അല്ലെ? ഭൂമി ഷേപ്പ് ഇല്ലാത്തൊരു സാധനം ആയിരിക്കൂലല്ലോ. അല്ല എനിക്കിപ്പോ അറിയാം അത് ഉരുണ്ടതാണെന്ന്. അപ്പൊ അല്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലോ. അത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇനി അതിൽ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല എന്നോട് ചോദിക്കുമ്പോൾ ഞാനല്ലേ പറയാം. അല്ല, ഭൂമിക്ക് ഒരു ഷേപ്പ് ഉണ്ടോ? ഉണ്ടാവൂലേ? ഉണ്ടാവോ? എന്നോടാണോ ചോദിക്കുന്നത്? അതെ, എന്റെ അഭിപ്രായത്തിൽ അത് ഉരുണ്ടതാണ്, അല്ലെങ്കിൽ എന്റെ ബോധ്യത്തിൽ അത് ഉരുണ്ടതാണ്. അല്ല, നിങ്ങളുടെ ബോധ്യം അതാണ്. അതിന് ഷേപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. എന്താണ് ഒരു സർക്കിളിന്റെ ഷേപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് എനിക്കറിയില്ല. അതാണ് അത്. സർക്കിൾ അല്ല, ഭൂമിക്ക് ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ? ഭൂമിക്ക് ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ? അതായത് എനിക്ക് മനസ്സിലായി. ഭൂമി ഒരു ഗോളമാണ് അല്ലെങ്കിൽ ഗ്ലോബ് ആണ് എന്നുള്ളതാണ് എന്റെ. വേറെന്ത് ഷേപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അതെ, അതന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് അല്ലാത്തൊരു ഷേപ്പ്, അതായത് പരന്നത് എന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് തെറ്റല്ലേ ശരിക്കും പറഞ്ഞാല്? അതായത് ശരിക്കും ഒരു ഭൂമി ഉണ്ട്, അതിനെ ഒരാൾ പരന്നത് എന്ന് വിശ്വസിക്കുന്നു. അതായത് ഉരുണ്ടത് ആണ് ശരിക്കും ഭൂമി. അതിനൊരാൾ പരന്നെന്ന് വിശ്വസിക്കുന്നത് ശരിക്കും തെറ്റല്ലേ? ആ വിശ്വാസം ഇപ്പോഴത്തെ വിശ്വാസം ഇല്ല സുഹൃത്തെ. വിശ്വാസത്തിന് ആർക്കും എന്ത് വേണം വിശ്വസിക്കാം. വിശ്വാസത്തിന് പ്രൂഫ് ഒന്നും വേണ്ട. ചോദ്യം വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ശരിക്കും ഭൂമിക്ക് ഒരു ഷേപ്പ് ഉണ്ട്, അത് ഉരുണ്ടതെന്ന് വെച്ചോളൂ. ആ ഉരുണ്ടതാണ് ഭൂമിയെങ്കിൽ പരന്നതെന്ന് വിശ്വസിക്കുന്നത് തെറ്റല്ലേ? നിങ്ങൾ ഇഫ് ദിസ് ഈസ് ദ കേസ്, ഇഫ് ദാറ്റ് ഈസ് ദ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിശ്വസിക്കും. അയാളെ സംബന്ധിച്ചൊന്നും അറിയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു ഭൂമി ഫ്ലാറ്റ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ അയാളെ സംബന്ധിച്ച് അത് ഇങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്നോട് നമ്മൾ ചോദിക്കുന്ന ഒബ്ജക്റ്റീവ്ലി അത് ശരിയാണോ തെറ്റാണോ എന്നാണ്. ഭൂമി ഉരുണ്ടത് ബാസിത്തിന് മനസ്സിലാകുന്നു തോന്നുന്നു. അല്ല, എനിക്ക് മനസ്സിലായത് വെച്ചാല് ഭൂമി ഉരുണ്ടതാണോ പറഞ്ഞതാണോ ഉള്ളതിൽ പോലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈപ്പ് തെറ്റല്ല ശരിയാവും എന്ന് പറയുന്നതിലൊന്നും വലിയ അത്ഭുതം. അതാണ് ബാസിത്തെ, അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇവിടെ ഭൂമി ഉരുണ്ടതാണെന്നുള്ള ഒരു ഫാക്റ്റും മറ്റൊരു സോഷ്യലി അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് പറയുന്ന ശരിയും തെറ്റുമാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ഭൂമി ഉരുണ്ടത് ഫാക്റ്റ് ആണ് അല്ലെ? അപ്പം ഭൂമി പറഞ്ഞെന്ന് വിശ്വസിക്കുന്നത് തെറ്റല്ലേ? വിശ്വാസം എങ്ങനെ തെറ്റാവും? അയ്യടോ, പുള്ളിക്ക് വിശ്വാസം. മതവിശ്വാസി. ഇപ്പൊ നിങ്ങൾ മതവിശ്വാസികളാണ്, ഞാൻ എനിക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞാൽ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരേണ്ടി വരും. പിന്നെ ഇതിന്റെ ഒരു ഭയങ്കര കോമഡി എന്താണെന്ന്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ട് നിങ്ങൾ ചിരിക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നുന്നു. കാരണം ബാസിത്തിന് കുറച്ച് മൈത്രേനോടൊക്കെ കൂടി കുറച്ചും കൂടി ഒരു നല്ല ലെവലിലായിരുന്നു ഡിസ്കഷൻ അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ പോലുള്ള ഒരാളോടൊക്കെ ഇത്രയുള്ള ഫാക്ടുകൾ
അല്ലെ ബാസിത്ത് ഒരു മിനിറ്റ്, അതായത് നിങ്ങൾക്ക് ഒരു സോഷ്യൽ, ഒരു മിനിറ്റ്, ഒരു ഇംഗ്ലീഷ് വാക്ക് പറയാം, സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞ സാധനം അറിയോ? അല്ല സുഹൃത്തെ, സംഭവം എന്താ അറിയോ, നിങ്ങളെ പ്രശ്നം എന്താ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് നിങ്ങൾ ഓൾറെഡി മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണെന്ന് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ സബ്ജക്റ്റീവ് ആയ കാര്യത്തിന് അല്ല പറയട്ടെ ആ കാര്യത്തിന് പിന്നെ ഒബ്ജക്റ്റീവായിട്ട് താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റീവ് ബേസ് വെച്ചിട്ട് താങ്കൾക്ക് അത് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഏർത്ത് ഒരു ഗ്ലോബ് ആണ് അല്ലെങ്കിൽ ഗ്ലോബ് ഷേപ്പിലാണ് എന്നുള്ളത് അത് പോലെയാണ് മൊറാലിറ്റി എന്നുള്ളത് താങ്കൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ സംസാരിക്കുന്നത് ഞങ്ങൾ മൊറാലിറ്റി ഒരു ഒബ്ജക്റ്റീവ് ബേസിൽ നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആർഗ്യുമെന്റ് മൊറാലിറ്റി ഒബ്ജക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ റേപ്പ് എല്ലാ കാലത്തും തെറ്റാണ്, അല്ലെങ്കിൽ ആ നിലക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ബേസിലായിക്കൊണ്ട് ഞങ്ങളുടെ ആർഗ്യുമെന്റ്. നിങ്ങളുടേത് ഡിഫറെന്റ് ആണ്. നമ്മൾ രണ്ടിന്റെയും പ്ലാറ്റ്ഫോംസ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസം വരുന്നത്. പക്ഷെ അതിനുവേണ്ടി ഒരു റിലേറ്റിവിസം എടുക്കാൻ വേണ്ടിയിട്ട് താങ്കൾ എത്രത്തോളം അബ്സേർഡ് ആയ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് സ്വയം റിഫ്ലക്ട് ചെയ്യണം. ഈ വീഡിയോ അല്ലെങ്കിൽ ചർച്ച കഴിഞ്ഞ ശേഷം ഒന്ന് വീഡിയോ കാണണം. എന്നിട്ട് അതായത് താങ്കൾ തന്നെ പറയുന്നുണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്, പക്ഷെ അത് തെറ്റാണ്, അതായത് പരന്നതാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു റിലേറ്റീവ് പൊസിഷന്റെ ഒരു അബ്സേർഡിറ്റി താങ്കൾ മനസ്സിലാക്കുകയാണ് നല്ലത്. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അബ്സൈഡിറ്റി എന്നത് തോന്നുന്നുണ്ട്. എനിക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഒരു മതവിശ്വാസത്തിൽ വളർന്നവരാണ്. അപ്പം ആ മതത്തിൽ വന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതാണ്. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു, ഞങ്ങൾ മതവിശ്വാസികളായതുകൊണ്ടാണ് ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് അറിയാൻ പറ്റൂല എന്ന് വിശ്വസിക്കായിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങളോട് എനിക്ക് മറുപടി അല്ല, ഈ ചേട്ടൻ മണ്ടന്മാരോട് സംസാരിക്കാറില്ല. ഞാനിപ്പോ അബ്സേർഡിറ്റി ആയിട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഭൂമി ഉരുണ്ടതാണ് എന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഭൂമി പരന്നതാണെന്ന് തെറ്റാണെന്ന് പറയാൻ പറ്റൂല എന്ന് പറയുന്ന അബ്സേർഡിറ്റിയാണ്. അതിന് ഒരു മതവിശ്വാസം കാണുന്നില്ല. അല്ല, മതവിശ്വാസം ഇല്ലാത്തപ്പോ ഇങ്ങനെ ആയി പോകുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഒരു മതം ഉള്ളതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണ്, അതുകൊണ്ട് ഭൂമി പരന്നതാണ് തെറ്റാണെന്ന് പറയാൻ ഒരു പ്രയാസമില്ല. അതുപോലെ തന്നെ റേപ്പ് എല്ലാ കാലത്തും തെറ്റാണെന്ന് പറയാനും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു ഫാക്ട് ഭൂമി ഉരുണ്ടതാണ് പരന്നാണ് ഒരു ഫാക്റ്റും അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനവും റേപ്പ് തെറ്റാണോ ശരിയാണോ എന്നുള്ള വേറൊരു സംഭവം തമ്മിൽ കമ്പയർ ചെയ്യണം. ആപ്പിളും ഓറഞ്ചസും കമ്പയർ ചെയ്യുന്ന പറയില്ലേ നമ്മുടെ ഡിസ്കഷനിൽ, അങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ്. എപ്പോഴാ അത് ആപ്പിൾ ആൻഡ് ഓറഞ്ചസ് ആകുമെന്ന് അറിയോ? മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണ് എന്ന് നിങ്ങളുടെ അസംഷൻ എടുക്കുമ്പോൾ മാത്രം. ഞങ്ങളുടെ ആ അസംഷൻ അല്ല, അസംഷൻ അല്ല, അത് ട്രൂ ആണ് എന്നെ സംബന്ധിച്ച്. അല്ല, നിങ്ങൾക്ക് ട്രൂ ആണ്, ഞങ്ങൾക്ക് അതല്ല. അത് കുഴപ്പമില്ല. അതായത് മതത്തിനെ സംബന്ധിച്ച് ഏത് മതമായാലും മൊറാലിറ്റി അവരെ സംബന്ധിച്ച് ആ മതം എന്താണോ പറയുന്നത് അതാണ് മൊറാലിറ്റി. അല്ലാണ്ട് അതിന് മുകളിലോ താഴെയോ അവർക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഒരിക്കൽ മറ്റേ ഈ മൈത്രേയന്റെ ഇതിലോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം കൺഫ്യൂസ് ആയാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നമ്മളെ പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒരാൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മൈത്രേയൻ നിങ്ങളോട് ചോദിച്ചു അയൽക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് ഇപ്പൊ എന്റെ വീട്ടിന്റെ, ഞാനിപ്പോ ഒരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്, എന്റെ വീട്ടിന്റെ അടുത്തവനാണോ അയൽക്കാരൻ, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ അകത്ത് ദൂരെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഗസയിലും പലസ്തീനിലൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ അയൽക്കാരാണ്. അത് അപ്പം ഇപ്പൊ നിങ്ങൾ ഏതോ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അതായത് നമ്മളെ പോലെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഇതുപോലുള്ള മോറൽ ഗൈഡ് ലൈൻസ് എവിടെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞപ്പം ഇത്രയും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അയൽക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾക്ക് ആ ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിരുന്നു അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു റിലേറ്റീവിസത്തിന്റെ ഒരു പടുകുഴിയിൽ വീണ കുറച്ച് ആൾക്കാരോട് താങ്കളോട് ഇപ്പം ഭൂമി പരന്നതാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ, അതേ പ്രയാസമായിരുന്നു എനിക്ക് അന്നും അനുഭവപ്പെട്ടത്. ഇപ്പോ താങ്കൾ പറഞ്ഞല്ലോ കുറെ നേരം സംസാരിക്കുന്നില്ല, ഞാനൊന്നും വേണ്ടിയില്ലല്ലോ. പിന്നെ പ്രയാസമുണ്ട്, തീർച്ചയായും പ്രയാസമുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ അനുഭവിച്ച അതേ പ്രയാസം, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ മൂന്നാൾക്കാരെ അനുഭവിച്ച അതേ പ്രയാസം ഒരാൾ ഇങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഭൂമി ഉരുണ്ടതാണ് പക്ഷെ പരന്നതാണെന്ന് പറയുന്നത് തെറ്റല്ല. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്ന, അതായത് മൊറാലിറ്റി സബ്ജക്റ്റീവ് ആണ് എന്ന ഒരു സാധനം എടുത്തു പോയത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരാളോട് എനിക്ക് ശരിയാണ്, ആ സംവാദത്തിന് ഞാൻ പോയത് മൈത്രേനെ കൊണ്ട് കഞ്ചാവ് തെറ്റാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അത് വീഡിയോ എടുത്തിട്ട് ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആ സംവാദത്തിന് ഞാൻ പോയത് അയൽക്കാരെ സഹായിക്കുന്നത് നല്ലതാണ് എന്ന് മൈത്രേനെ കൊണ്ട് പറഞ്ഞിട്ട് അതുകൊണ്ട് കുറെ ആൾക്കാരെ കൊണ്ട് അയൽക്കാരെ സഹായിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ അതിന് പോയെന്ന് വെച്ചാൽ മൈത്രേന്റെ ലോകവീക്ഷണ പ്രകാരം ഈ പറഞ്ഞ റേപ്പ് പോലും എല്ലാ കാലത്തും തെറ്റാണെന്ന് പറയാൻ പറ്റൂല, അയൽക്കാരെ പോലും സഹായിക്കണമെന്ന് പറയാൻ പറ്റൂല, കഞ്ചാവ് പോലും തെറ്റാണെന്ന് പറയാൻ പറ്റൂല. ഇതാണ് ഈ മൊറാലിറ്റി
സ്വീകരിച്ചാൽ സംഭവിക്കുക എന്ന് മൈത്രേയന്റെ ഇതുപോലെ കേട്ടിട്ട് ഞാൻ ആധുനിക മനുഷ്യനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അല്ലാതെ മൈത്രേനെ കൊണ്ട് കഞ്ചാവ് തെറ്റാണെന്ന് പിന്നെ പറയിപ്പിക്കാമെന്ന് അങ്ങനെ ഒരു ചിന്തയെ എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എനിക്കത് പറ്റും എനിക്ക് തോന്നില്ല. ഞാൻ അതാണ് തോൽവി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ തോൽവി സമ്മതിച്ചിട്ടുണ്ടോ എല്ലാവരോടും ഞാൻ പറയാണ്, മൈത്രേനെ കൊണ്ട് കഞ്ചാവ് തെറ്റാണെന്ന് പറയിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം അദ്ദേഹം അത്രത്തോളം വലിയ ഒരു ഇങ്ങനെയുള്ള ഒരു അബ്സേർഡ് ആയ ഒരു മോറൽ വ്യൂലാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് നമുക്കത് പറയിപ്പിക്കാൻ പറ്റൂല.